ഇന്റർനാഷണൽ എർത്ത് സയൻസ് ഒളിമ്പിയാഡ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായുള്ള മത്സര പരീക്ഷയിൽ ബ്രില്യൻറ്റിലെ ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സിലെ വിദ്യാർത്ഥിയായ ഭാനവ് NS ഓൾ ഇന്ത്യ ലെവലിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി അടുത്ത ലെവലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പിന്നീട് നടത്തിയ ക്യാമ്പിലും ഭാനവ് തന്നെ ഒന്നാമനായി. ഇന്ത്യയെ അന്തർദേശീയ തലത്തിലേക്ക് എത്തിക്കാൻ കേരളത്തിൽ നിന്നും ആദ്യം എത്തിയത് ഭാനവ് തന്നെയാണ്. ദിനോസറുകളുടെ വംശനാശത്തിന് കാരണമായ സിദ്ധാന്തങ്ങളുടെ അവലോകനം, വിശ്വങ്ങളെയും ധ്രുവനക്ഷത്രങ്ങളുടെ അച്ചുതണ്ടിനെയും ആസ്പദമാക്കിയുള്ള മാറ്റങ്ങളും അവ കൊണ്ടുണ്ടാകുന്ന ഹിമയുഗങ്ങളും പ്രകൃതിയാലുള്ളതും അല്ലാത്തതുമായ ഭൂകമ്പങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്നിവയിലെ നിരീക്ഷണങ്ങളും ആണ് ഭാനവ് NSനെ ഈ അംഗീകാരത്തിൻ്റെ നെറുകയിലെത്തിച്ചത്. ഇറ്റലിയിൽ നടക്കുന്ന അന്തർദേശീയ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കുന്ന നമ്മുടെ ഭാനവ് NSന് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതിയുമുണ്ട്. ഒരു ഇന്റർനാഷണൽ ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ പതാക ഏന്തി പോവുക എന്നുള്ളത് എൻ്റെ ഒരു വളരെ കാലത്തെ സ്വപ്നമായിരുന്നു. ഇന്റർനാഷണൽ എർത്ത് സയൻസ് ഒളിമ്പ്യാഡിലൂടെ ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റിയതിന് ഞാൻ ആദ്യം തന്നെ ജഗദീശ്വരനോട് നന്ദി പറയട്ടെ. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു ഞാൻ പറയട്ടെ. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനിയത്തിക്കും എൻ്റെ ടീച്ചർമാർക്കും എൻ്റെ ബ്രില്യൻ പാലയത്തെ ടീച്ചർമാർക്കും അച്ഛൻ്റെ ഫ്രണ്ട്സിനും എന്ത് ചെറിയ കാര്യം ചോദിച്ചാലും അപ്പോൾ തന്നെ ചെയ്തു തരുന്ന എല്ലാവർക്കും. അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരു ചെറിയ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് തരാൻ പറഞ്ഞാൽ അപ്പോൾ തന്നെ അത് പ്രിൻ്റ് എടുത്ത് തരുമായിരുന്നു. ഓഫീസിലത്തെ അച്ഛൻ്റെ ഓഫീസിലത്തെ സ്റ്റാഫെല്ലാം അത്രയ്ക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആൻഡ് ജിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയാണ് നാഷണൽ ടെസ്റ്റ് സയൻസും പിന്നീട് ഇന്ത്യൻ നാഷണൽ സയൻസ് ഒളിമ്പ്യാഡും നടത്തുന്നത്. എർത്ത് സയൻസിനെ കുറിച്ച് അറിയാനുള്ള ഭാനുവിൻ്റെ അതിയായ ആഗ്രഹമാണ് ഓൾ ഇന്ത്യ ലെവലിൽ നടന്ന ഈ എക്സാമിന് 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചതിന് പിന്നിൽ. ഇനിയും മുന്നോട്ടുള്ള ഓരോ കടമ്പകളിലും വിജയം നേടാൻ ഭാനുവിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.